ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, സത്യമായിട്ട് പറയാം. അല്ല എന്താ വേണ്ടാന്നൊരു തീരുമാനം ഉണ്ടായത്? ഞാന് തീരുമാനമല്ല, ഒരു വിചാരം ഉണ്ടായത് എങ്ങനെ? ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസിക്ക് ബോഡി എത്തോ എന്നുള്ളൊരു കൺഫ്യൂഷനില്. അതുകൊണ്ട് അപ്പൊ പറഞ്ഞ റിസ്ക് എടുക്കണ്ട, കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പം റിസ്ക് എടുക്കണ്ട. പിന്നെ ഈ മത്സരത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയതല്ല. അപ്പം ഞാനൊരു പ്രോ മത്സരം ചെയ്യണം ആഗ്രഹിച്ച് നിൽക്കുന്ന അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ സ്റ്റേജ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാം എന്നുള്ള പെട്ടെന്നൊരു പ്രിപ്പറേഷന് അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ ഫുഡും കാര്യങ്ങളൊക്കെ, ഡയറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കുക? അതായത് പ്രത്യേകം ഒരു ഡയറ്റ് ഫോർമാറ്റ് ഒക്കെ ഉണ്ടോ? പ്രത്യേകം ഡയറ്റ് ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം ഓഫ് സീസണിന്ന് ഇൻ സീസണിക്ക് വരുമ്പോൾ പിന്നെ പീക്ക് വീക്ക് ഇൻ സീസണിക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാം ഇച്ചിരി കൂടെ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് വരും. ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനേ പറ്റില്ല. കാർബ് കട്ട് ചെയ്യണം, ചോറ് കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഇപ്പൊ പൊതുവെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തില് ഇപ്പൊ ചോറ് കാർബ് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പകരം ചപ്പാത്തി അങ്ങനത്തെ ഉള്ള മില്ലറ്റ്സ് ആഡ് ചെയ്യാനിട്ട് കുറച്ചുകൂടി ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓണത്തിനൊക്കെ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ.